പിതാവിന്റെ മരണത്തിൽ കോഴിക്കോട് ഫറൂഖ് താലൂക്ക് ആശുപത്രിക്കെതിരെ പരാതിയുമായി മക്കൾ. നെൽമണിപ്പറമ്പിൽ കോട്ടായി മോഹൻദാസിന്റെ മരണം ശ്രദ്ധക്കുറവ് കാരണമെന്നാണ് ആരോപണം. ഇന്ന് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും കുടുംബം അറിയിച്ചു. നമുക്കിതിനെ കുറിച്ച് അറിയുന്ന ആളൊന്നുമില്ല, എന്നാലും CPR കൊടുക്കുന്നതിന് പ്രോപ്പറായിട്ടില്ലാന്ന് തോന്നി. കാരണം ഇവർ രണ്ട് പുഷ് ചെയ്ത് പിന്നെ മറ്റവനോട് പറയാ ഈ ഗ്ലൗവ് ഇട്ടിട്ട് ഈ കൊടുക്കുന്നത്, അങ്ങനെ അവനെ ഗ്ലൗവും തപ്പി അവിടെ നടക്കുകയാണ്. അങ്ങനെ വളരെ ഒരു എന്താ പറയുക സില്ലി ആയിട്ടാണ് അവർ കൈകാര്യം ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു പുറത്തേക്ക് എന്നുള്ളത് പറഞ്ഞു. അവിടുന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ താൽക്കാലിക ജീവനക്കാരനാണ് ഞങ്ങളെടുത്ത് വന്ന് പറഞ്ഞ് അത് അച്ഛൻ മരിച്ചിട്ടുള്ളൂ. ആശുപത്രി സൂപ്രണ്ട് രേഖാമൂലം പരാതി കൊടുത്ത്. അപ്പോൾ എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി സൂപ്രണ്ട് എന്നെ സമാധാനിപ്പിക്കും, പരാതിക്ക് അന്വേഷിച്ചിട്ട് മറുപടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളുടെ സ്ഥലം MLAക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിക്കും മുരളീധരൻ ആരോഗ്യമന്ത്രിക്കും DMIക്കും കൊടുക്കാനാണ് വിചാരിക്കുന്നത്. ഇന്ന് തന്നെ കൊടുക്കും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് ചേരുന്നു. വർഷ ഗിരീഷ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഇക്കഴിഞ്ഞ 11-നാണ് ഫറോക്ക് സ്വദേശിയായ മോഹൻദാസിനെ ശ്വാസതടസ്സം കാരണം ഫറോക്ക് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കുടുംബമാണ് ഇദ്ദേഹത്തെയും കൊണ്ട് ആശുപത്രിയിൽ എത്തിയത്. എന്നാൽ ആ സമയം ആശുപത്രിയിലെ ഒരു ജീവനക്കാരോ എന്തിന് ഈ ഷീട്ടെടുക്കുന്ന സ്ത്രീ പോലും വളരെ ലാഘവത്തോടു കൂടിയാണ് പെരുമാറിയത് എന്നുള്ളതാണ് മകന്റെ ആരോപണം. ആരും യാതൊരുവിധ പരിഗണനയും നൽകിയില്ല. പിതാവിന് അത്രമാത്രം ഗുരുതരമായ അവസ്ഥയായിരുന്നു. എന്നിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. യഥാക്രമം അവിടുത്തെ യന്ത്രങ്ങളൊന്നും പ്രവർത്തിച്ചില്ല. സീനിയർ നേഴ്സ് വന്നത് പോലും സമയം ഒരുപാട് കഴിഞ്ഞാണ്. ആദ്യം എത്തിയത് ജൂനിയർ നേഴ്സാണ്. തുടങ്ങിയ പല ആരോപണങ്ങളും കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതേ തുടർന്നെല്ലാം പിതാവിനെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ, മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോകാൻ എഴുതി നൽകാൻ ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് ഇതിനു ശേഷമാണ് ഈ ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരൻ എത്തി പിതാവ് മരിച്ചെന്നുള്ള വിവരം അറിയിക്കുന്നത്. എന്തായാലും ഗുരുതര ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. യാതൊരു പരിഗണനയും യാതൊരു ലാഘവത്തോടു കൂടെയും ഈ ആശുപത്രിയിലെ ജീവനക്കാർ ഇതിനെ കണ്ടില്ല എന്നുള്ള കാര്യമാണ് മകൻ അരുൺ പറയുന്നത്. ഇതുമായി സംബന്ധിച്ച് സ്ഥലം MLA PA മുഹമ്മദ് റിയാസിനും അതോടൊപ്പം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. സൂപ്രണ്ടിനും പരാതി നൽകിയിരുന്നു. സൂപ്രണ്ട് ഇക്കാര്യത്തിൽ പറയുന്നത് ഈ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും കൂടുതൽ അന്വേഷണം നടത്തുമെന്നുള്ള കാര്യമാണ് സൂപ്രണ്ട് പറയുന്നത്. എന്തായാലും പരാതി കിട്ടിയെന്നുള്ള കാര്യം സൂപ്രണ്ട് പറയുന്നുണ്ട്. ഇനി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും MLAക്കും നൽകിയ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ അന്വേഷണം വേണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.